ആ കപ്പൽ യാത്ര തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ധീരന്മാരായ നാവികർ HCMS കയ്യുകയിൽ യുദ്ധക്കോപ്പുകൾ ഒരുക്കി തയ്യാറായിരുന്നു. ഒടുവിൽ കൊറിയ അടുത്തപ്പോൾ ശക്തമായ ആക്രമണം ഉണ്ടായി. യുദ്ധം അതിൻ്റെ തീവ്രതയിലായിരുന്നു. ക്യാപ്റ്റൻ അതിവിദഗ്ധമായി പ്രത്യാക്രമണം നടത്തി. എന്നാൽ അപ്രതീക്ഷിതമായൊരു ബോംബ് കപ്പലിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. 16 സൈനികർക്ക് പരിക്കേറ്റു. അടിയന്തരമായി അവർക്ക് ചികിത്സ നൽകേണ്ടതിന് കപ്പലിലെ സർജൻ ഡോക്ടർ ജോസഫ് സീസറിനെ ക്യാപ്റ്റൻ വിവരമറിയിച്ചു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കപ്പലിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ 16 പേരെയും മാറ്റി. എന്നാൽ ഈ സമയത്ത് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തോ ആവശ്യത്തിനായി ആരും കാണാതെ ഡോക്ടർ സ്വന്തം ക്യാബിനിലെത്തി. അവിടെ സർജറിയിലെ ചില സംശയങ്ങൾ ഓടിച്ചിട്ട് നോക്കിയ ശേഷം വേഗം തിരികെ വന്ന ഡോക്ടർ വിജയകരമായി സർജറി തീർത്തു. ആ 16 പേരെയും മരണത്തിൽ നിന്ന് ഡോക്ടർ രക്ഷപ്പെടുത്തി. ക്യാപ്റ്റൻ ഡോക്ടറിനെ അഭിനന്ദിക്കുകയും ഈ സംഭവം അന്നത്തെ പ്രധാന പത്രങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു. വീട്ടിൽ തൻ്റെ പതിവ് പത്രവായനയിലായിരുന്നു ആ അമ്മ. പെട്ടെന്ന് ആ വാർത്ത കണ്ട് ഞെട്ടിത്തെരിച്ചു. തൻ്റെ മകൻ 16 പേരെ രക്ഷപ്പെടുത്തിയ അത്ഭുതാവഹമായ കഥ ഏറെ അമ്പരപ്പോടെയാണ് ആ അമ്മ വായിച്ചത്. അതിന് കാരണം തൻ്റെ മകൻ അല്പം മുന്നേ സംസാരിച്ച് ഫോൺ വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, നിലവിൽ ന്യൂ ബ്രൺസിക് എന്ന സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഡോക്ടർ ജോസഫ് സീസർ. ഉടൻ തന്നെ അതിലെ ഡോക്ടറിന്റെ ചിത്രം കണ്ട അമ്മ ഏറെ ഭയത്തോടെ നാവിക കേന്ദ്രത്തിൽ ഈ വിവരം വിളിച്ചറിയിച്ചു. ഹേയ് അമ്മേ, നിങ്ങൾക്ക് തെറ്റിയതാവും. ഒരുപക്ഷെ ഈ പേരുള്ള ഒന്നിലധികം പേരുണ്ടായിരിക്കുമല്ലോ. തന്നെയുമല്ല, ഇത് നാവികസേനയാണ്. ഇവിടെ എല്ലാ പരിശോധനകൾക്കും ശേഷം മാത്രമേ ഒരാളെ നിയമിക്കൂ. ക്യാപ്റ്റൻ മറുപടി നൽകി. എന്നാൽ കപ്പൽ തീരത്തെത്തിയപ്പോൾ സർജനെ കാത്തിരുന്നത് വിലങ്ങായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരനായ ആൾമാറാട്ടക്കാരൻ ഫെർഡിനൻഡ് വാൾട്ടോ ഡീമയായിരുന്നു അന്നവിടെ പിടിയിലായത്. പിന്നീട് ഇയാളുടെ ജീവിതം സിനിമയാവുകയും ഇയാൾ നടത്തിയ നിരവധി ആൾമാറാട്ടങ്ങൾ കണ്ട് ലോകം നടുങ്ങുകയും ചെയ്തു.